കുന്നരെ. ഓ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ എന്നാ പിന്നെ നടന്നോട്ടെ. ഇവിടുത്തെ കാര്യം വെടുപ്പായിക്കോളും. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആ തന്നെ. ആദ്യത്തെ ദക്ഷിണ തിരുവേനിക്കാകാന്ന് കരുതി. തിരക്കാവുന്നതിന് മുമ്പ് ആ ചടങ്ങ് നടത്താമെന്ന് ചോദിച്ചു. മോളെ തിരുമേനി ഇവിടെ അനുഗ്രഹിക്കണം. തൃപ്തിയായി. ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങി. ഞങ്ങളെന്നാ ഇടയ്ക്ക് വരാം. ഏയ് ഇല വെക്കുന്ന നേരത്ത് കണ്ടാൽ മതി. അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നോട്ടെ. ആയിക്കോട്ടെ. ശരി ശരി. ഞങ്ങള് ഹാജർ. ആരായത്? കല്യാണം കൂടാൻ എത്തിയതാ. ആഹാ, വരന്റെ? ആ ഉള്ളത് പറഞ്ഞ വരന്റെ ആൾക്കാരല്ല, വധുവിന്റെ ആൾക്കാരും അല്ല. ശരിക്കും കല്യാണം കൂടാനെന്ന വ്യാജേന സദ്യ ഉണ്ണാൻ വന്നവരാ. കഴിഞ്ഞ 10-12 വർഷമായിട്ട് തുടർന്നു പോകുന്ന ഒരു വഴിപാട് മാതിരി അത്. തിരുമേനിയുടെ പാചകം എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തും. എന്താ കോയിന്നാരെ, നാളെ എത്രയാ? 3 അട പരിപ്പ് പാൽപ്പായസം. ഓ പഴപ്രഥമം കൂടി ആവായിരുന്നു. ആയിക്കോട്ടെ, തിരുമേനി തീരുമാനിച്ചാ മതി. ഇനി മാറ്റമൊന്നും വരുത്തണ്ട. പഴം അടുത്ത തവണ ആവാം. ഞാൻ വെറുതെ പറഞ്ഞതാ, ഒരു മോഹം. എവിടെയാ സ്ഥലം? ഇരിഞ്ഞാലക്കുട. ആ തിരുമേനി, ഈ പുതുമുഖങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് അജിത് കുമാർ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ അറിയപ്പെടുന്ന ഒരു ദേഹണ്ണക്കാരനാണ്. ഇനി ഈ വിഷയത്തിൽ എത്രത്തോളം അങ്ങോട്ട് മുമ്പോട്ട് പോകാനുണ്ടെന്ന് അറിഞ്ഞോട്ടേച്ച് കൊണ്ടുവന്നതാ. ഇത് ഉസ്മാൻ. ബിരിയാണിയാണ് ലോകത്തിലെ ഏറ്റവും വിശിഷ്ട ഭോജ്യം എന്ന് വിചാരിക്കണ ആളാ. നാളത്തെ സദ്യ കഴിഞ്ഞിട്ട് ആ അഭിപ്രായത്തിൽ വല്ല മാറ്റം ഉണ്ടോന്ന് നോക്കാലോ. അപ്പോ താമസിക്കാൻ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട്. വണ്ടിക്കൂലി, താമസം ഒന്നോർത്താ ഒക്കെ പണച്ചെലവാ. എന്നാലും തിരുമേനിയുടെ കൈപ്പുണ്യം ഓർത്താ. ഇവിടെ അടുത്ത വീട്. ഓ അങ്ങോട്ടേക്ക് ഒന്ന് വരിക. എന്നാ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാം. വന്ന പടിയാ. ഇനി ഒരു കുളിയൊക്കെ കഴിഞ്ഞ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. ആയിക്കോട്ടെ. ഓ അതെ, ഈ നാളത്തെ സദ്യക്ക് നേരത്തെ ഹാജരാക്കേണ്ട കാര്യം ഈ നായർക്കെന്താ? അതെ, സദ്യ കഥകളി പോലെയാണെന്ന് പരമേശ്വരൻ പറയും. അണിയറയിൽ പോയി ചുട്ടുകുത്ത് മുതലേ അനുഭവിച്ചു തുടങ്ങണം, എന്നാലേ ആസ്വാദനം പൂർത്തിയാകൂത്രേ. അവര് വന്നോട്ടെ, പുകയും മണമൊക്കെ പിടിച്ച് ഈ മൂലയ്ക്ക് എവിടെങ്കിലും കൂലി പിടിച്ചിരുന്നോളൂ. അതല്ല, കൂടെ വന്നവൻ പാചകക്കാരനാ പറഞ്ഞു. അവൻ തിരുമേനിയുടെ സൂത്രങ്ങൾ അടിച്ചു മാറ്റാനുള്ള പ്ലാനാ. ഗോവിന്ദാരിപ്പ് എത്ര കൊല്ലം എന്റെ കൂടെ? 18. എന്നിട്ട് എന്തെങ്കിലും സൂത്രങ്ങൾ പഠിച്ചോ? എന്നിട്ട് 6 ദിവസം കൊണ്ട് വേറെ വന്ന് പഠിക്കാൻ പോകുന്നത്. അവിടെ എന്താ തനിക്ക് പണി? ഇപ്പോ എന്താ പണി? അരി കഴിയണം. എന്നാ കഴുക്. ഓ ഹലോ, ഉണ്ടല്ലോ. ആ കൊടുക്കാം. വീട്ടിൽ നിന്ന്. ഹലോ, എന്താ എപ്പാ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? എന്താ ശരിക്കും? ഞാൻ വരാം, ഉടനെ വരാം. ദാമു, ആ വണ്ടി എടുക്ക, ഞാൻ വീട് എടുത്ത് പോയിട്ട് വരാം. അല്ല, എന്താ ഇപ്പൊ വന്നിട്ട് പറയാം. എന്താ എന്താ എനിക്കറിയില്ല. എന്റെ ഈശ്വര, ഇല്ലത്തെ എന്തോ അനർത്ഥം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, എവിടെ? അകത്തുണ്ട്. താനിത് വേറെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു? അല്ല, തനിക്കിനി ആള് തെറ്റിയൊന്നും അല്ലല്ലോ? അല്ല, ആളിത് തന്നെ. ഈ മിമിക്രിക്കാരുണ്ടേ, കണ്ടാ അതുപോലൊക്കെ തന്നെ ഇരിക്കും, അതുകൊണ്ട് ചോദിച്ചതാ. ശരി. നമസ്കാരം. നമസ്തേ. നമസ്കാരം. എനിക്ക് വിശ്വസിക്കാമോ? 100% വിശ്വസിക്കാം. ഓ, അത്ഭുതം. അല്ലാതെ ഇതിനൊരു വാക്കില്ല.
ഈ താടിയൊക്കെ മലയ്ക്കുമുണ്ടോ? ഇല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയാ. ഓ ഓ, ഒരുപാട് സിനിമാ താരങ്ങളെ കണ്ടിട്ടുണ്ട്. ചില കല്യാണങ്ങൾക്ക് ഗുരുവായൂര്, ചിലരൊക്കെ നേരിട്ട് അറിയാം. പക്ഷേ അടുത്ത് കാണണം എന്ന് ആഗ്രഹിച്ച ഒരാള് ദാ. പക്ഷേ ഈ വിദ്വാൻ ഗുരുവായൂരപ്പനെ പോലെയാ, പിടിതരില്ല, വഴുതിക്കളെ. ഇപ്പതാ പ്രത്യക്ഷമായി. ആ ഇരിക്കാം. ആ വരൂ, ഇരിക്കൂ. ആ ഇദ്ദേഹം മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല. ഇത് വി കെ മേനോൻ. മേനോൻചേട്ടൻ ദോഹയിലാണ് സ്വന്തം ബിസിനസ് ഒക്കെ ആയിട്ട്. നാട്ടിൽ ഞങ്ങൾ അയൽവക്കമാണ്. നാടെന്ന് പറയുമ്പോ പത്തനംതിട്ട, എലന്തൂര്, അതൊക്കെയാ പഠിച്ചു വെച്ചിട്ടുണ്ട്. അയൽവക്കം എന്ന് മാത്രമല്ല, ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നവരാണ് അന്നും ഇന്നും. ഓ അത് മറന്നു, കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല. ആ ഇതാണ് എൻ്റെ മകന്റെ അമ്മ. അടുക്കളയിൽ നിന്ന് വരകത്തേക്ക് വന്നോണ്ടിരിക്കുക, വാതിൽ വരെ എത്തി. ആ എന്താ കുടിക്കാൻ? അങ്ങേക്ക് ഇഷ്ടമുള്ള എന്തും. ആ എന്നാ തനിക്ക് ഇഷ്ടമുള്ളത് എന്തും ആയിക്കോട്ടെ. തിരക്കുണ്ടോ? തിരുമേനിക്ക് തിരക്കുണ്ടെങ്കിലേ ഉള്ളൂ. തൽക്കാലം വലിയ തിരക്കില്ല. അവിടെ കറിക്കരിയൽ വരെ ആയിട്ടുള്ളൂ, അത് കുട്ടികൾ നോക്കിക്കോളും. ആ പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചില്ല. നളൻ നാരദരോട് ചോദിച്ചതുപോലെ വരവിന്ന് എങ്ങ് നിന്ന് എന്തിനി ചെയ്യേണ്ടു ഞാൻ. വിൺവാക്ക് പറയുന്നതല്ല, തിരുമേനിയെ നേരിട്ട് കാണണമെന്ന് വളരെ കാലമായി ആഗ്രഹിക്കുന്നു. ഈശ്വര. ഇന്നിപ്പോൾ മേനോൻ ചേട്ടൻ തൃശ്ശൂരിൽ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു. ഇവിടേക്കാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂടി. എല്ലാം കൂട്ടിയിണക്കി നോക്കുമ്പോൾ ഒരു നിമിത്തം, അല്ലാണ്ടെന്താ പറയുക. എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം പറ്റൂന്ന് വെച്ചാൽ, എന്റെ മോളുടെ വിവാഹമാണ്. ഓ അതിന് സ്വാദുള്ള ആഹാരം വെച്ചു കൊടുത്ത് തിരുമേനി അവളെ അനുഗ്രഹിക്കണം. ഓ സന്തോഷം. എപ്പോഴാ? അതെ, ആ ബുക്കൊന്ന് എടുത്തേ. മോന്റെ കമ്പ്യൂട്ടറെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തുറക്കണേ, അവൻ വരണം. എനിക്ക് പഴയ ശീലമാണ്, എല്ലാം എഴുതി വെക്കും. എപ്പോഴാ? ഒക്ടോബർ 15-ന്. ഒക്ടോബർ 15 എന്ന് പറയുമ്പോൾ ചിങ്ങം കന്നി. അപ്പൊ മുഹൂർത്തം ഉണ്ടാവില്ലല്ലോ. അത് തിരുമേനി, വിവാഹം ഇവിടെ വെച്ചല്ല, അങ്ങ് ദോഹയെ വെച്ചാണ്. മേനോൻ ചേട്ടന് പരിചയമുള്ള ആൾക്കാരൊക്കെ ദോഹയിലാണ്. വരന്റെ അച്ഛന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ദോഹയെ വെച്ചാണ് കല്യാണം. അപ്പോ ദുബായ് വെച്ച് കല്യാണം, സദ്യ ഇവിടെ, അങ്ങനെയാ? അല്ലല്ല, രണ്ടും അവിടെ വെച്ച് തന്നെ. അപ്പൊ സദ്യ ഇവിടെ വെച്ചുണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി? അല്ല തിരുമേനി ദോഹയിലോട്ട് വരണം ഒരു 3 ദിവസത്തേക്ക്. നമ്മുടെ നാടിന്റെ രുചി അവിടെ ഉള്ളവരും അറിയണമെന്ന് മേനോൻ ചേട്ടന് വലിയൊരു ആഗ്രഹമുണ്ട്. ഓ, കഴിയുന്നതും ഒഴിവ് പറയരുത്. ഫോണിൽ പറയാതെ നേരിട്ട് വന്നത് അതുകൊണ്ടാണ്. അല്ല അതെ, ഞാൻ വന്നത് തിരുമേനിയെ നിർബന്ധിക്കാനല്ല. പക്ഷെ മേനോൻ ചേട്ടൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഹലോ, ആ ആര്? ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കില്ല. വിറക് അതിൽ തന്നെ വേവണമല്ല. ഈ തെങ്ങും റബ്ബറും ഒന്നും പറ്റില്ല, നല്ല പുളിമ്പറക് തന്നെ വേണം. പിന്നെ തൊണ്ട, ചിരട്ട, കൊതുമ്പ് അതൊക്കെ ആവാം. ആ പിന്നെ വെള്ളം, ക്ലോറിൻ ചേർത്ത പൈപ്പ് വെള്ളം പറ്റില്ല. ശുദ്ധമായ കിണറ്റിൻ നീര്, ഇതൊക്കെ കിട്ടുമോ നിങ്ങളുടെ ദുബായിൽ? വെള്ളം ശുദ്ധമാണ്, പിന്നെ വിറകും മറ്റും അവിടെ നിന്ന് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. ആ പാത്രങ്ങൾ, ഈ ചെമ്പ്, വാർപ്പ് അതൊക്കെ തന്നെ വേണം, അല്ലാതെ ഈ അലുമിനിയം പാത്രമൊന്നും പറ്റില്ല. വേണ്ട തിരുമേനി, നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഒരുക്കി തരും മേനോൻ ചേട്ടൻ. അതിനുള്ള ആൾക്കാരുണ്ട്, മനസ്സുണ്ട്, സൗകര്യങ്ങളുണ്ട്, പിന്നെന്താ. സമ്മതിച്ചു. പക്ഷേ ഈ ദേഹണ്ഡം പോലെ തന്നെയാണ് വിളമ്പും, അതിലും സ്വാദ് തോന്നണം. കൂട്ടിന് എത്ര ആളെ വേണമെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ഒരുക്കി തരും. കാര്യം കേമായ മതി. ആ കാര്യം കേമാവുക. രുചിയുള്ള ഭക്ഷണം വൃത്തിയായും വെടുപ്പായും ആസ്വദിച്ച് കഴിക്കുക. രേവതിയല്ലേ നക്ഷത്രം? അതെ. ആ ആഗ്രഹിക്കുന്നൊക്കെ നേടിയെടുക്കാൻ ഒരു പ്രത്യേക ബിരുദമുണ്ട് ഈ ജാതകക്കാർക്ക്. അതെ, ഈ പ്രഥമനിലെ അട ഇത്ര സ്വാദുള്ളതാക്കുന്ന വിദ്യ തിരുമേനി എനിക്ക് പറഞ്ഞു തരണം. ഓ പാചകത്തിലും താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പാചകക്കാരനായി തന്നെ അഭിനയിച്ചൊരു സിനിമയുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? പവിത്രം. പിന്നെ ചില ആഴ്ചപ്പതിപ്പിലൊക്കെ ചില പാചകക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. കൊള്ളാം, കേമാണ്. ഇതാണ് മകൻ ബാലസംഗർ. അച്ഛൻ്റെ കൂടെ? ഏയ്, ബിടെക് കഴിഞ്ഞു, MBA പാസ്സായി, ബാംഗ്ലൂരിൽ നിന്ന് ഒരു ജോലിക്കുള്ള വിളി കാത്തിരിക്കുക. പക്ഷെ ഇപ്പോ ഈ സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തിയല്ലോ,
ആ സ്ഥാനത്തേക്ക് കയറിപ്പറ്റാനുള്ള ഒരു അധ്വാനത്തിലാണ്. എന്തിനാ വേറെ ജോലി? അച്ഛൻ്റെ ഈ കൈപ്പുണ്യെങ്കിൽ വാങ്ങിച്ചാൽ പോരെ. അതൊന്നും പറ്റില്ല. ന്യൂ ജനറേഷനാ. കഥകളി, കൂടിയാട്ടം, ശാസ്ത്രീയ സംഗീതം, പാചകം ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് മാത്രമല്ല, ലേശ പുച്ഛമുണ്ടോന്നൊരു സംശയം. ഹേയ് അങ്ങനൊന്നുമില്ല. ബാലശങ്കർ അച്ഛൻ്റെ കൂടെ ദോഹ വരണം. അവിടെ കൊള്ളാവുന്ന എന്തെങ്കിലും ട്രൈ ചെയ്യാലോ. വരാം സർ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഹേയ് കുഴപ്പമില്ല, കുഴപ്പമില്ല. നിന്നോളൂ, ഞാൻ എടുത്തു തരാം. അങ്ങ് കൊടുക്ക. ബോളറാണോ ബാറ്റ്സ്മാൻ ആണോ? രണ്ടും ഉണ്ട്. ബാറ്റിംഗ് ആണ് കൂടുതൽ. സർ തോളത്തൊന്ന് പിന്നെന്താ? വാ.